കാരണം മനുഷ്യൻ ഒരിക്കലും പരാജയപ്പെടരുത്. വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്? അപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാ നമ്മളിങ്ങനെ ശ്രമിക്കണേ? അപ്പോഴാണ് മനസ്സിലായത്, ഈ ഭൂമി സൃഷ്ടിക്കാനും ഈ കാണുന്ന എല്ലാത്തിനെയും സൃഷ്ടിക്കാനും കാരണമായത്, ചിലർ പറയും ശിവനാണ് കാരണമായത്, ചിലർ പറയും കൃഷ്ണനാണ് കാരണമായത്, ചിലത് പറയും ആ, യേശു ആണ് കാരണമായത്, ചിലർ പറയും മുഹമ്മദ് നബിയാണ് കാരണമായത് എന്ന് പറയും. ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണമായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെയാണ് പറയുക. ഞാൻ അവിടെയും നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. ഞാൻ അവിടെയും നേരെ തിരിച്ചാണ് ചിന്തിച്ചത്. അവര് കാരണമായെങ്കിൽ നമ്മളും കാരണമല്ലേ? കാരണം നമ്മളും ഈ പ്രപഞ്ചത്തിന്റെ ഒരു പാർട്ടല്ലേ? എന്താണോ എക്സിസ്റ്റ് ചെയ്യുന്നത്, നീ കാരണമാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. എൻ്റെ വല്ല പേടിയുണ്ടോ അങ്ങനെ പറയാൻ? വല്ല ഭയമുണ്ടോ? ഭയന്നിട്ട് പറയാത്തതാണ്. അവര് കാരണമാണെങ്കിൽ നിങ്ങളും കാരണമാണ്. അതാണ് ചില ആൾ ദൈവങ്ങൾ വന്നിരുന്നിട്ട് ഞാൻ കാരണമാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. എല്ലാരും കാരണമുണ്ടോ? മനസ്സിലായില്ലേ? അത് പറഞ്ഞാൽ അവൻ ശക്തി എടുക്കും. ആര്? കേൾക്കുന്നവൻ. അതുകൊണ്ട് അത് പറയൂല, ഞാൻ കാരണമെന്നേ പറയുള്ളൂ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും ആ ശക്തി എടുക്കണം. അപ്പോൾ ആ ശക്തി എങ്ങനെ കിട്ടും? ആ ശക്തി എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ, ക്ഷമ, മര്യാദ, അച്ചടക്കം, ആത്മാർത്ഥത. ക്ഷമ, മര്യാദ, അച്ചടക്കം, ആത്മാർത്ഥത. ആ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ക്ഷമയോടുകൂടി വീണ്ടും, കാരണം ക്ഷമയുടെ നെല്ലിപ്പടി കാണുക എന്ന് പറയും. ആ നെല്ലിപ്പടി കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഡോറ്, നെക്സ്റ്റ് ഒരു ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഒരു ഒരു സ്റ്റാർട്ടിംഗ് ഡോറാണ്. ഈ സ്റ്റാർട്ടിംഗ് ഡോറാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു കൗതുകത്തിന്റെ വിത്ത് വിതച്ചിട്ടുള്ളത്. ആ കൗതുകമാണ് നിങ്ങളിവിടെ പിടിച്ചിരുത്തുന്നത്. ഈ കൗതുകത്തിന്റെ വിത്ത് വിതച്ച ആ ഡോറിൽ നിന്നും നിങ്ങളിലായിട്ട് ഒരു ചിപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നെക്സ്റ്റ് ഡോർ, അങ്ങനെ 7 ഡോറുകളാണ്. രണ്ടാമത്തെ ഡോറിലാണ് ഇപ്പൊ നമ്മൾ പോയി നിൽക്കുന്നത്. ആ രണ്ടാമത്തെ ഡോറിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡോറിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷമ വലിയൊരു ഘടകമാണ്. നീ കാരണമാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ മാത്രമേ നെക്സ്റ്റ് ഡോറിലേക്ക് കയറാൻ പറ്റുള്ളൂ. അതാർക്കും ഉണ്ടാവില്ല. അത്രയൊന്നും വലിപ്പം സ്വയമായി കൽപ്പിക്കാൻ മനുഷ്യന് അവന്റെ വളർന്ന ജീവിത സാഹചര്യം കൊണ്ടും അവന്റെ എക്സ്പീരിയൻസ് കൊണ്ടും അവന് കഴിയൂല. അവിടെയാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് എന്ന ബോധം ഉണ്ടാകേണ്ടത്. നീ കാരണമാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന തിരിച്ചറിവ്. ശിവ കാരണമാണെങ്കിൽ, ശ്രീകൃഷ്ണ കാരണമാണെങ്കിൽ, യേശു കാരണമാണെങ്കിൽ, മുഹമ്മദ് നബി കാരണമാണെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും കാരണമാണ്. പക്ഷെ അത് നിങ്ങൾ അവര് കാരണമായത് എങ്ങനെയാണ്? അവര് തിരിച്ചറിഞ്ഞ് അവരവരുടെ പവർ അച്ചീവ് ചെയ്ത് അവരാ തലത്തിലേക്ക് ഉയർന്നപ്പോൾ മാത്രമാണ് അവര് കാരണമായത്. ആ കാരണമാകാൻ വേണ്ടിയുള്ള ശക്തമായ കോൺഷ്യസ്നസ്, ഈ കോൺഷ്യസ്നസ് വിരിയുന്നത് എവിടെ? യേശുവിൻ്റെ കോൺഷ്യസ്നസ്, മുഹമ്മദ് നബിയുടെ കോൺഷ്യസ്നസ്, മുരുക കോൺഷ്യസ്നസ്, സുബ്രഹ്മണ്യ കോൺഷ്യസ്നസ്, ഇതൊക്കെ വിരിയുന്നത് എവിടെ?
ഞാനത് നിങ്ങളോട് പറഞ്ഞിരുന്നു. ദേഷ്യം എന്നാൽ പകയും രണ്ടും രണ്ടാണ്. സ്നേഹവും പൊസസീവ്നെസ്സും രണ്ടും രണ്ടാണ്. സ്നേഹവും വെറുപ്പും രണ്ടും രണ്ടാണ്. ഭയം എന്ന് പറയുന്നത് ശ്രദ്ധയുടെ ഒരു മരവിച്ച ഫോമാണ്. കോപം എന്ന് പറയുന്നത് എനർജിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഇല്ലാതാക്കി ഇതൊക്കെ ഇല്ലാതാക്കി നെക്സ്റ്റ് ഡോറിലേക്ക് നിങ്ങൾക്ക് കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആ നെക്സ്റ്റ് ഡോർ എവിടെയാണ്? ഈ കോൺഷ്യസ്നെസ് വിരിയുന്നത് എവിടെയാണ്? ഈ കോൺഷ്യസ്നെസ് വിരിയുന്നത് എവിടെയാണ്? ലൈവ് അല്ലേ ഇത്? ലൈവ് പോകുന്നില്ല. ഉണ്ട്. ഉം. അപ്പൊ ഇതില്ലാതാക്കി, ഈ ഭയമില്ലാതാക്കി, കോപമില്ലാതാക്കി, പകയില്ലാതാക്കി, പൊസസീവ്നെസ് ഇല്ലാതാക്കണമെങ്കിൽ ഒറ്റ ട്രിക്ക് മതി. ഒറ്റ ട്രിക്ക് കൊണ്ട് ഇതിനെ എല്ലാത്തിനും ക്യാൻസൽ ചെയ്യാം. ആർക്കെങ്കിലും അറിയാവോ? ഒറ്റ ട്രിക്ക്. ഞാൻ പറഞ്ഞു, ഇതൊരു ആർട്ട് ഫോമാണ്. ഇതൊരു കലയാണ് ജീവിതം എന്നത്. ഒറ്റ ട്രിക്ക്. ഒരു സറണ്ടർ ഒക്കെ ഓക്കെ. പക്ഷെ ഈ കാര്യങ്ങളൊന്നും സറണ്ടറിലൂടെ ഇല്ലാതാകില്ല. സ്നേഹത്തിലൂടെ ഈ സറണ്ടർ ഇല്ലാതാകില്ല. ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന ഒരു കത്രികയുണ്ട്. ഒരു കത്രിക. ഒരു സാധനം ഇല്ലാതായി കഴിഞ്ഞാൽ ഇതെല്ലാം കട്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഒരു 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 സാധനം ഇല്ലാതായി കഴിഞ്ഞാൽ ഇതെല്ലാം കട്ടാകും. അതും ഒരു വികാരമാണ്. ആ ഒരു വികാരത്തിൽ കണക്റ്റഡ് ആണ് ഈ വികാരങ്ങളെല്ലാം. പക്ഷെ ആ വികാരം മാത്രം ഒളിവിലാണ്. ബാക്കി വികാരങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ വരും. ഏ കോപം നിങ്ങളുടെ മുമ്പിൽ വരും. ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ വരും. ഏ ഭയം നിങ്ങളുടെ മുമ്പിൽ വരും. ദേഷ്യം നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാം നിങ്ങളുടെ മുമ്പിൽ വരും. ഈ ഒരു വികാരം മാത്രം ഒളിച്ചിരിക്കും. ഈ വികാരമാണ് എന്ന് നമുക്ക് തോന്നുകയുമില്ല. ഈ വികാരമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് തോന്നുകയില്ല. അത്ര വിദഗ്ധനാണ് ഈ വികാരം. ആ വികാരമാണ് ദുഃഖം. എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ആ സൗകര്യം കിട്ടിയില്ല, ഈ സൗകര്യം കിട്ടിയില്ല, എനിക്ക് സമ്പത്തില്ല, എനിക്ക് ശാരീരിക സുഖമില്ല. എല്ലാത്തിൻ്റെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വികാരമുണ്ട്. ഒളിഞ്ഞിരിക്കുന്ന ആ വികാരത്തിന്റെ പേരാണ്, നിങ്ങൾ ഇത്രയും പേരും പറയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ദുഃഖമാണ്. കാരണം ഇത് അഡ്വാൻസ് സെഷൻ അല്ല, ലൈവ് പോവല്ലേ. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ദുഃഖമെന്ന ഈ വികാരത്തെ നിങ്ങൾ തിരിച്ചറിയണം. എല്ലാത്തിൻ്റെയും പിന്നിലൊരു ദുഃഖമുണ്ടാകും. ഞാൻ ഏറ്റവും കൂടുതൽ പരിശോധിച്ച ഈ ലാസ്റ്റ് എൻഡിൽ നിൽക്കുന്ന ഒരു വികാരം എന്താണെന്ന്. എൻഡിൽ നിൽക്കുന്ന വികാരം ദുഃഖമാണ്. നമ്മുടെ കോപത്തിന്റെ കാരണം ദുഃഖമാണ്. നമ്മുടെ അതായത് അവൻ എന്നെ അനുസരിച്ചിട്ടില്ലല്ലോ എന്ന ദുഃഖം, എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന ദുഃഖം, ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ലല്ലോ എന്ന, എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ സാധനം ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. എനിക്ക് അസുഖമില്ലെങ്കിൽ അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു എന്ന ദുഃഖം. എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ സാധനം പോയി ഒളിച്ചിരിക്കുന്നുണ്ടാവും. എല്ലാത്തിൻ്റെയും പിന്നിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, പൈസ ഇല്ലല്ലോ എന്ന ദുഃഖം, എനിക്കത് ചെയ്യാൻ പൈസയില്ല, ഇത് ചെയ്യാൻ പൈസയില്ല, അങ്ങനെ ചെയ്യാൻ പൈസയില്ല, ഇങ്ങനെ ചെയ്യാൻ. ഈ ദുഃഖമില്ലാതാക്കാനാണ് ശരിക്കും ആഗ്രഹം വെടിയണമെന്ന് പറഞ്ഞത്. ആഗ്രഹം വെടിയണമെന്ന് പലരും പറഞ്ഞായിരുന്നു. ആഗ്രഹം വെടിയുന്നതിന്റെ കാരണം അറിയണം. ആഗ്രഹം വെടിയുന്നത് ദുഃഖമിൽ. അപ്പൊ നിലത്തിരിക്കണം. നിങ്ങൾ നിലത്തിരിക്കണം, മണ്ണിലിരിക്കണം, മണ്ണിൽ കിടക്കണം, വെയിറ്റ് ഷെഡിൽ കിടന്നുറങ്ങണം.
അതൊക്കെ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ പ്രാക്ടിക്കലായും തിയററ്റിക്കലായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ ഡെയിലി ലൈഫ് അങ്ങനെയാണ്. എവിടെയും സെറ്റാകണം, അപ്പോൾ സൂക്ഷ്മ ശക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഡെയിലി ലൈഫിൽ, ഒരു ദിവസത്തെ ലൈഫിലല്ല. അവിടെ സൂക്ഷ്മശക്തികൾക്ക് പ്രവർത്തിക്കാൻ, ദുഃഖമില്ലാതായ സൂക്ഷ്മശക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരാത്മാവിന് മോക്ഷം ലഭിക്കുന്നത് എപ്പോഴാണ്? ദുഃഖമെന്ന വികാരം ഇല്ലാതാകുമ്പോഴാണ്. എനിക്ക് മരണസമയത്ത് എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എൻ്റെ പൈസ കൊണ്ടാൻ പറ്റണല്ലോ, എൻ്റെ മക്കളെ കൊണ്ടാൻ പറ്റണല്ലോ എന്ന ദുഃഖത്തോടു കൂടിയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈസ് ഇൻ എ ലൂപ്പ്. തീർച്ചയായും അവൻ ഒരു ചുരുളിക്കുള്ളിലാണ്. അവൻ ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. ഉപനിഷത്തുകളും വേദങ്ങളും പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ദുഃഖത്തോടുകൂടി പോകാൻ പാടില്ല. അത് തന്നെയാണ് വീണ്ടും ഈ ഖുറാനിലും ബൈബിളിലും ഒക്കെ നിങ്ങൾക്ക് ഈ നരകം എന്ന് പറയുന്ന ദുഃഖത്തിൽ, അത് എനിക്ക് ചെയ്യാം. സന്തോഷത്തിൽ പോകുന്ന ഒരാൾക്ക് പിന്നീട് വരേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയാണേലും, നരകത്തിലാണേലും പോണ്ട. കാരണം എല്ലാം പെർഫെക്റ്റ്. പൈസ ഉണ്ടെങ്കിലും പെർഫെക്റ്റ്, ഇല്ലെങ്കിലും പെർഫെക്റ്റ്, ആരോഗ്യം ഉണ്ടെങ്കിലും പെർഫെക്റ്റ്, ഇല്ല, എല്ലാം പെർഫെക്റ്റ് അല്ല അവിടെ. ഇവിടെയാണ് ഈ ലോകത്തെ നയിക്കുന്ന സൂക്ഷ്മശക്തികളും നെഗറ്റീവ് എനർജികളും ഈ ലോകത്തെ തന്നെ നയിക്കുന്ന ഒരു വിഭാഗം എത്ര വിദഗ്ധമായിട്ടാണ് ഇതിനെ. ഈ ഹ്യൂമൻ ടെക്നോളജിക്ക് ഒരു ബുക്ക് ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും? ഈ ഹ്യൂമൻ ടെക്നോളജിക്ക് ദൈവം തന്നെ ഒരു ബുക്ക് ഇറക്കിയാൽ എങ്ങനെ ഉണ്ടാകും? സൂപ്പർ ആയിരിക്കും അല്ലേ? ഏഹ് ദൈവം തന്നെ, അതായത് ഒരു മാനുവൽ ഇറക്കി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അല്ലേ? നമ്മുടെ കംപ്ലീറ്റ് ടെക്നോളജിക്ക് മാനുവൽ. ഈ മാനുവൽ 5000 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, 2000 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, 3000 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, 1500 വർഷം മുമ്പും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ബുക്കിനെ വളരെ വിദഗ്ധമായി മനുഷ്യൻ തന്നെ ഈ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നവർ സമ്മതിക്കുമോ? ഇല്ല. കൺട്രോൾ ചെയ്യുന്ന സൂക്ഷ്മ ശക്തികളും മനുഷ്യന് സമ്മതിക്കൂല. അവർ ആ പുസ്തകത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ആ പുസ്തകത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. ദൈവത്തിന്റെ പുസ്തകമാണെന്ന് വെച്ചോ, ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനെ എങ്ങനെ മറികടക്കും? അതിന് മനുഷ്യന്റെ വിശദീകരണങ്ങൾ നൽകും. മനുഷ്യന്റെ വിശദീകരണങ്ങൾ നൽകും. അതാണ് സംഭവിച്ചത്. സത്യം നിങ്ങളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് സത്യം നിങ്ങളുടെ മുമ്പിൽ മറഞ്ഞിരുന്നിട്ടല്ല. സത്യം അതാ, ബാക്ക് ടു ബാക്ക്, പിൻ ടു പിൻ, ബാക്ക് ടു ബാക്ക്, പിൻ ടു പിൻ, ആദ്യത്തെ അക്ഷരം മുതൽ അവസാനത്തെ അക്ഷരം വരെ വ്യാഖ്യാനം കൊണ്ട് മാറ്റിക്കളഞ്ഞു. ആദ്യത്തെ അക്ഷരം മുതൽ അവസാനത്തെ അക്ഷരം വരെ. അതാണ് നിലവിൽ മനുഷ്യന്റെ കയ്യിലുള്ളത്. പിന്നെയുള്ളൊരു മാർഗം നാച്ചുറലായി കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് പിന്നീട് എല്ലാവരും ഫോളോ ചെയ്തത്. ആര്? നമ്മുടെ മുൻഗാമികൾ. നമ്മുടെ മുൻഗാമികൾ വേറെ ആൾക്കാരാ. ഇവരുള്ള സിസ്റ്റം അല്ല നമ്മുടെ മുൻഗാമികൾ. നമുക്ക് മുന്നേ നടന്നവരുണ്ട്, അതിനെ മറികടന്ന് നമുക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. അതാണ് ഈ ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ ശിവനെ മറികടന്ന്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ മറികടന്ന്, അല്ലെങ്കിൽ യേശുവിനെ മറികടന്ന്, മുഹമ്മദ് നബിയെ മറികടന്ന് നമുക്ക് പോകാൻ പറ്റൂല. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിനും നമ്മളിപ്പോൾ ഇരിക്കുന്നതിനും ഒക്കെ ഒരു ഒരു കാരണമുണ്ട്. ചുമ്മാ വന്നതല്ല. എന്നെ നിങ്ങൾ ഇവിടെ വിമർശിക്കാൻ വന്നതാണെങ്കിലും, എന്നെ നിങ്ങൾ കേൾക്കാൻ വന്നതാണെങ്കിലും, നമ്മളൊന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ രൂപം വച്ച് നിങ്ങൾ അതിനെ വിലയിരുത്തരുത്. എന്റെ ശബ്ദം ജസ്റ്റ് ഒന്ന് കേട്ടുപോയ ആളുകൾ പോലും മുമ്പും കേട്ടുപോയവരാണ്. മുമ്പ് കേട്ടുപോയവർ പിന്നീട് വന്നവരുണ്ട്. മുമ്പ് കേട്ടുപോയവര് അന്ന് കേട്ടു, അന്ന് ശ്രദ്ധിച്ചില്ല, പക്ഷെ ഇന്ന് ശ്രദ്ധിക്കുന്നവരുണ്ട്. എന്ന്? അന്ന്. അതെന്നാന്ന് ഞാൻ പറയണില്ല.
ഒരു കാര്യകാരണവുമില്ലാതെ നമ്മുടെ സമയം ഇത്രയും സമയം നമുക്ക് കൂടിയിരിക്കാൻ കഴിയില്ല. ഡിസംബർ 5-നൊന്നുമല്ല. ഏത് വർഷം? ഏത് വർഷം? ഏത് കാലം? ചുമ്മാ കാര്യകാരണമില്ലാതെ ആരും പിറക്കുന്നുമില്ല, കാര്യം കാരണമില്ലാതെ ആരും മരിക്കുന്നുമില്ല, കാര്യകാരണമില്ലാതെ ഒന്നും ചലിക്കുന്നുമില്ല. ഏതോ ഒരു കാലത്തിൽ, ഞാൻ അത് ഏത് എന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അതില്ലാതെ എവിടെയോ എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, എത്ര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതില്ലാതെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാം, കുറച്ചുകൂടി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, കുറച്ചുകൂടി, കൂടുതലൊന്നുമില്ല. കൂടുതലൊന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ പണിയല്ല ഇത്. ഒരു അണുമണി തൂക്കം അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ. ഇവിടെയാണ് നിങ്ങൾ ചില ആഗ്രഹങ്ങളെ മുൻനിർത്തി വരുമ്പോൾ ദുഃഖം ഉണ്ടാവും. ആ, ഞാൻ വലിയ പുള്ളിയാവണം, ഞാൻ അതാവണം, ഞാൻ ഇതാവണം, ഞാൻ കുറേ പഠിച്ച ആളാണ്, ഇനി അതിന് എനിക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദി വേണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ദുഃഖം ഉണ്ടാവും. ഇതൊന്നുമില്ല, ഒരേ ഒരു ലക്ഷ്യമാണ് നമ്മുടെ മുന്നിൽ എന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ പുറകെ വരും. സമ്പത്തും വരും, പ്രശസ്തിയും വരും, എല്ലാ സാധനങ്ങളും പുറകെ വരും. നിങ്ങളുടെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കണം നിങ്ങള്. അതിങ്ങനെ ദുഃഖത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം പുറകെ വരും എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഭൂമി മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. എല്ലാം പുറകെ വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്. കഴിഞ്ഞ 8-9 മാസമായി നിങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഒരു കുഞ്ഞു സമർപ്പണവും അത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ സറണ്ടർ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വാക്ക് പോലും സ്വീകരിക്കുന്നുണ്ട്. ആ സറണ്ടർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു 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 തെളിച്ചം ആ സമയത്ത്, ആ സെക്കൻഡിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. ഞാൻ സറണ്ടർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫീൽ, എല്ലാം വിട്ടു നൽകുന്നു. അതാണ് വേണ്ടത്. എല്ലാം വിട്ടു നൽകുന്നു, എല്ലാം. അപ്പൊ തന്നെ ഒരു ഫീൽ വരും, ഒരു ഒരു സമാധാനം. അതുവരെ ടെൻഷനിലായിരുന്നിരിക്കും. അതുവരെ ടെൻഷനിലായിരിക്കും. ആ കാര്യം എങ്ങനെ ഈ അവരിന്ന് അവിടെ പോകണമല്ലോ, അത് ചെയ്യണമല്ലോ, ഇത് ചെയ്യണം. ഞാൻ എല്ലാം സമർപ്പിക്കുന്നു, എല്ലാം വിട്ട് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക്. അവിടെയാണ് നിങ്ങൾ ഈ കോൺഷ്യസ്നെസ് വിരിയുന്ന പാടം എവിടെയാണ്, വിരിയുന്ന ഫീൽഡ്, വയൽ. ആ വയൽ എവിടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയാണ് എല്ലാ മനസ്സുകളും പ്രത്യക്ഷപ്പെടുന്നത്? എവിടെ നിന്നാണ് ഈ കോൺഷ്യസ്നെസ് വിരിയുന്നത്? ഈ കോൺഷ്യസ്നെസ് വിരിയുന്നതിന്റെ ഉത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ, നിഗൂഢ ശാസ്ത്രത്തിലും, അതായത് മിസ്റ്റീരിയസ് സയൻസിൽ പറയുന്നത്, ഒറ്റ സാർവത്രികമായ അവബോധ മേഖലയിൽ നിന്നാണ്. അതായത് നിങ്ങൾ പറയുന്ന വൈകുണ്ഠം, ആലമുൽ അർവാഹ്, ഏ അല്ലെങ്കിൽ പല പേരുകളിൽ അതിനെ അറിയപ്പെടുന്നുണ്ട്. അതായത് സാർവത്രികമായ ഒരു അവബോധ സ്പേസ് എന്ന് പറയുന്നത്. കാരണം ഇത് നമുക്ക് കാണാൻ കഴിയുന്നതല്ല. കാണാൻ കഴിയാത്തത് സ്പേസ്. നമുക്ക് സ്പേസിൽ കാണാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓരോന്നോരോന്നായി വിശദീകരിച്ച് നമ്മൾ പോകുമ്പോൾ
എല്ലാം ഉദിക്കുന്ന ഒരു ഫീൽഡ്, ഒരു വയൽ, അതെവിടെയാണ്? അത് ഉണർവിന്റെ ഒരു മെറ്റാഫിസിക്സ് ആണത്. എല്ലാ മനസ്സുകളും ഉദിച്ചുയരുന്ന ഒരു ഫീൽഡ്, എല്ലാ ഈ അവബോധവും ഉദിച്ചുയരുന്ന ഒരു അദൃശ്യമായ ഒരു സമുദ്രം, അദൃശ്യമായ ഒരു കടൽ, വെള്ളം. മനുഷ്യൻ വിശ്വസിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ളിലാണെന്നാണ് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനെ ഈ ലോകം, ഈ ഭൂമി പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനുള്ളിലാണെന്നാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സ് വിശാലമായ ഒന്നിന്റെ ഉള്ളിലാണെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വിശാലമായ ഒന്നിന്റെ ഉള്ളിൽ, അവിടെയാണ് ചിന്തകൾ പ്രത്യക്ഷപ്പെടുകയാണ്, വികാരങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്, ധാരണകൾ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നാൽ അവ എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ലോകം എല്ലാ കുഞ്ഞു കൊട്ടിയായിരിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുന്നത് നീ മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും, നീ മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും. അതായത് ചെറിയ കുഞ്ഞു കുട്ടിയോട് പറഞ്ഞത് നീ മനസ്സ് വെച്ചാൽ പഠിക്കും. അതായത് നിങ്ങൾ മനസ്സിന്റെ ഉള്ളിലാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ചിന്തിച്ച് പോകുമ്പോൾ പോകുന്നതാണ്. കാര്യവും കാരണവും ഇല്ലാതെയുള്ള ഇൻഫിനിറ്റി ആയിട്ടുള്ള യാത്ര. ആ ചിന്ത ഇന്നർ ഫീൽഡിലേക്ക് നിങ്ങൾ എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോകണം. ഇന്നർ ഫീൽഡിൽ പോകണം നിങ്ങൾ. ഇന്നർ ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് വിശാലമായ ഒന്നിന്റെ ഉള്ളിലാണ്, അതിന്റെ ഉള്ളിലേട്ടാണ് പോകേണ്ടത്. ചിന്തകൾ എപ്പോഴും പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്, വികാരങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്, ധാരണകൾ അത് എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. എവിടെയാണ് സാർവത്രികമായ ആ ബോധമണ്ഡലം? എവിടെയാണ് എല്ലാ അനുഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ബോധമണ്ഡലം? അത് മനസ്സല്ല. മനസ്സ് അതിൻ്റെ ഉള്ളിലാണുള്ളത്. അതിനപ്പുറം എന്താണ് എന്നാണ് അത്രയും ഡീപ്പായിട്ട് നമ്മൾ പോകണം. എപ്പോഴും നമുക്ക് ബോധം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടാണ് വ്യക്തിപരമായി ഉൾക്കാഴ്ചകളൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് നമുക്ക്. അതെന്തുകൊണ്ടാണ്? കൂട്ടായ മാനസിക വ്യവസ്ഥകൾ എന്തുകൊണ്ട് വ്യാപിക്കുന്നു? അത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? കൂട്ടായ മാനസിക വ്യവസ്ഥ പെട്ടെന്ന് വ്യാപിക്കും. അതായത് ഒരു ട്രെൻഡ് ഉണ്ടാവണം. ഇപ്പോൾ ഒരു ഇലക്ഷൻ, ഒരു ട്രെൻഡ് ഉണ്ടാവണം, ഇയാൾ ജയിക്കും. പിന്നെ അത് ട്രെൻഡായി മാറി അയാൾ ജയിക്കും, അല്ലേ? അങ്ങനെ ചില കൂട്ടായ മാനസികാവസ്ഥകളുണ്ട്. ഇപ്പൊ ഒരു കൂട്ടായ മാനസികാവസ്ഥ രൂപം കൊണ്ട് വരുന്നുണ്ട്. അത് ഇത്രയും നാളും ഞാൻ പറഞ്ഞില്ല, ആ പുസ്തകങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയവരെയും ഇതൊക്കെ എഴുതി നമ്മളെ കബളിപ്പിച്ച ആളുകളുടെ പതനമാണ്. അത് വേറൊരു കാര്യമാണ്, അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഏഹ് ഈ ടെക്നോളജി കൊണ്ടും ശാസ്ത്രം കൊണ്ടും നമ്മയുടെ കണ്ണടച്ച് കളഞ്ഞ ഒരു വിഭാഗത്തിന്റെ ഒരു വലിയ, ഒരു ചെറുതൊന്നും അല്ലാതെ ഒരു വലിയ സിസ്റ്റമാണത്. അതിന്റെ താഴെ നിൽക്കുന്ന ആളുകൾക്ക് ആ സിസ്റ്റത്തെ മനസ്സിലാവില്ല. അതിന്റെ ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന ആളുകൾക്ക്, അവരാണ് നമ്മളൊക്കെ വിമർശിക്കുന്ന ആളുകൾ, അവർക്കൊന്നും അതിന്റെ ടോപ്പിലിരിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ടോപ്പിലിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തെ മനസ്സിലാവില്ല. കൂട്ടായ മാനസികാവസ്ഥകൾ എന്തുകൊണ്ട് പെട്ടെന്ന് വ്യാപിക്കുന്നു? പെട്ടെന്നായിരിക്കും വ്യാപിക്കുക. ഒരു രാജ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും ആ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് അതൊരു കൂട്ടായ മാനസികാവസ്ഥ വ്യാപിക്കുന്നത് കൊണ്ടാണ്. പടർന്നു പിടിക്കുക എന്ന് പറയില്ലേ? എന്നാൽ ലോകത്ത് എവിടെ എടുത്താലും, ലോകത്ത് ഏത് സ്ഥലം, നിങ്ങൾ ഭൂമിയിൽ ഏത് സ്ഥലത്ത് എടുത്താലും ഈ നമ്മുടേതായ ഒരു മാനസികാവസ്ഥ സമാനമായിരിക്കും. നമ്മൾ പോകുന്ന ഈ വഴി, ഈ ഋജുവായ ഈ പാതയിലുള്ള ആളുകളുടെ മാനസികാവസ്ഥകൾ ആഗോളതലത്തിൽ നിങ്ങൾ എടുത്താലും സമാനമായിരിക്കും. ഈ നമ്മൾ പങ്കിടുന്ന നിശബ്ദത എന്ന് പറയുന്ന നിശബ്ദത, അത് ശരിക്കും നമ്മൾ എല്ലാവർക്കും പങ്കിടുന്നതാണ്. നമ്മൾ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുന്നുണ്ട് അത്. നമ്മുടെ പവർ നമ്മൾ നിശബ്ദതയിലൂടെ എല്ലാവർക്കും, കാരണം നമ്മുടെ കോപം പ്രകടിപ്പിക്കാതെ നമ്മൾ നിശബ്ദത എടുക്കുന്നതിലൂടെ നമ്മുടെ പവർ ഈ പ്രപഞ്ചത്തിൽ മൊത്തം, നമ്മൾ ആ പ്രപഞ്ചത്തിനൊരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്.
നമ്മുടെ കോപം പ്രകടിപ്പിക്കാതെ നമ്മൾ അതൊരു എനർജി ഫോമിലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ആ എനർജി ഒരു വൈബ്രേഷൻ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് നാച്ചുറൽ ആയിട്ടുള്ള വളർച്ച. നിങ്ങൾ 100,000 പേര് വളരുമ്പോൾ അത് ഈ എനർജി ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ പ്രവഹിപ്പിക്കുന്ന ആ ഒരു വൈബ്രേഷൻ, അതിനെ തടുക്കാൻ ഒന്നിനും കഴിയില്ല. നാച്ചുറൽ ആണത്. നാച്ചുറൽ, 100% നാച്ചുറൽ. ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന ഈ കോസ്മിക് ആയിട്ടുള്ള മൈൻഡ്, അല്ലെങ്കിൽ ആ കോസ്മിക് ആയിട്ടുള്ള അവയർനെസ് എന്താണ്, നോസ്ഫിയർ എന്താണ്, ദിവ്യമായ ഒരു എനർജി ഫീൽഡ്, ദിവ്യ നിലം എന്താണ്, കൂട്ടായ ഒരു മേഖല. നമ്മളിപ്പോൾ കൂട്ടായിട്ടാണ് ചെയ്യുന്നത്. കൂട്ടായത് ഈ സമുദ്രവും തിരമാലയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് വെറും ഊഹാപോഹമൊന്നുമല്ല. ഇത് നേരിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ്. ഇത് വെറും ഊഹാപോഹമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നിട്ട് ഒരു ഏറി നിന്ന് പറയുന്നതല്ല ഇത്. യു ക്യാൻ ഫീൽ ഇറ്റ്. ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിയുന്നതാണിത്. ഇത് ഊഹാപോഹമല്ല ഇത്. നിങ്ങൾ വേദാന്തത്തില് ചിത്ത്, ആകാശം എന്ന് രണ്ട് കൺസെപ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. ചിത്ത്, ആകാശം. അതായത് ചിത്ത്, സ്പേസ്, രണ്ട് അവബോധത്തിന്റെ ഇടത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അത് ഭൗതികമായ ഒരു ഇടമല്ല. നമ്മൾ അതിനെ അങ്ങനെ പഠിക്കുകയും ചെയ്യരുത്. ആകാശം എന്ന് പറയുമ്പോൾ ആകാശം, ആകാശത്തിന് 7 ലെയർ, എന്നാ കുന്തടവേ പറയണേ എന്ന് ചോദിച്ച് ആകാശത്തിലേക്ക് നിങ്ങൾ അങ്ങനെ അല്ല അതിനെ. ആകാശം എന്ന് പറയുമ്പോൾ സ്പേസ്, അതായത് എല്ലാം പ്രത്യക്ഷപ്പെടുന്ന ഇടം. പെട്ടെന്ന് ഒരു ഉൽക്ക വരുന്നത് പോലെ, ആകാശത്ത് ഇങ്ങനെ വസ്തുക്കൾ പ്രത്യക്ഷപ്പെടുന്നത് പോലെ ചിന്ത, ഒരു അവബോധം എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രത്യക്ഷപ്പെടുന്നത്. ചിന്തകൾ, ഭൗതിക വസ്തു, ഇപ്പൊ നിങ്ങളൊരു ഈ ഉൽക്കയൊക്കെ വന്നെ കാണൂലേ, അങ്ങനെ പെട്ടെന്ന് ബഹിരാകാശത്ത് പെട്ടെന്ന് വരൂല. അല്ലെങ്കിൽ ഒരു 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 ഫ്ലൈറ്റ് ഇങ്ങനെ പെട്ടെന്ന് ഒന്നുമില്ലാത്തൊരു ആകാശത്തിലേക്ക് കടന്നു വരുന്നത് പോലെ, ഒന്നുമില്ലാത്ത അവബോധത്തിന്റെ ഫീൽഡിലേക്ക് ചിന്തകൾ പെട്ടെന്ന് കയറി വരികയാണ് ചെയ്യുന്നത്. ഈ സകല ജീവജാലങ്ങളും ഒരേ ഇടമാണ് പങ്കിടുന്നത്. വ്യക്തിത്വമാണ് പ്രാദേശികവൽക്കരണം, ഐഡന്റിറ്റി. ആ നിങ്ങളുടെ വ്യക്തിത്വമായ പ്രാദേശികവൽക്കരണത്തിലൂടെയാണ് വ്യത്യസ്ത സാധനങ്ങൾ കയറി വരുന്നത് ആ സ്ഥലത്തേട്ട്. അവിടെ വേർതിരിവില്ല. വലിയ പണക്കാരനെന്ന വേർതിരിവില്ല, പാവപ്പെട്ടവനെന്ന വേർതിരിവില്ല. പ- കോടികൾ റോൾസ് റോയ്സും അതും ഇതും ഉള്ള പണക്കാരനും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഒന്നാണ്, പാവപ്പെട്ടവനും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഒന്നാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അവിടെ എല്ലാ ജീവജാലങ്ങളും ഒരേ ഇടമാണ് ഈ ചിന്തകളുടെ അവബോധത്തിന്റെ സ്ഥലത്ത് പങ്കിടുന്നത്. ഒരേ സ്ഥലമാണ്. പക്ഷേ നിങ്ങളുടെ ഐഡന്റിറ്റി, വ്യക്തിത്വം, ആ പ്രാദേശികവൽക്കരണമാണ് വ്യത്യാസങ്ങൾക്ക് കാരണം. വേർതിരിവില്ല അവിടെ. വലിയവനെന്നോ ചെറിയവനെന്നോ ആണെന്നോ പെണ്ണെന്നോ പുരുഷനെന്നോ സ്ത്രീ, അല്ലെങ്കിൽ വെളുത്തവനെന്നോ കറുത്തവൻ, ഒന്നുമില്ല. പ്രപഞ്ചം എന്നത് ബോധത്തിൽ വരച്ച ഒരു ചിത്രം പോലെയാണ്. അവിടെയാണ് യോഗയിൽ നിന്നും വാസിഷ്ഠ തലത്തിലേക്ക് മാറുന്നത്. ആയിരക്കണക്കിന് പാത്രങ്ങളില് സ്ഥലം, ടോട്ടൽ സ്ഥലം അടങ്ങിയിരിക്കുന്നു. കലങ്ങൾ തകർക്കുക, സ്ഥലം എപ്പോഴും ഒന്നായിരുന്നു. ഒരു വലിയ സ്ഥലത്ത് കുറെ കലങ്ങൾ വച്ചേക്കാണ്. രണ്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞിങ്ങനെ നോക്കാണ്. സ്ഥലമില്ല, ഒന്നിനും സ്ഥലമില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിനും സ്ഥലമില്ല. ആ കലങ്ങൾ അങ്ങ് തകർക്കുക. അപ്പോൾ സ്ഥലം ഒന്നായിരുന്നു എന്ന ആ ബോധം, അത് ഇച്ചിരി ഇച്ചിരി ഡീപ്പായിട്ട് നിങ്ങൾ പോയി നോക്ക്. വേദാന്തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. സൂഫി അധ്യാപനങ്ങൾ പഠിപ്പിച്ചത് അഖ്ലുൽ കുല്ലി ബഹറുൽ ഉജൂദ്, സത്തയുടെ സമുദ്രം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് വാസികളാണെങ്കിലും നഗരവാസിയാണെങ്കിലും എല്ലാവരിലും ആ ഒരു പ്രാദേശികവൽക്കരണം,
എന്താണോ അവരുടെ ആ പ്രാദേശികമായ എക്സ്പീരിയൻസ് എന്താണോ ആ എക്സ്പീരിയൻസിലാണ് അവർ നിൽക്കുന്നത്. അതിൽ തന്നെ ആരെങ്കിലും ഒറ്റയ്ക്ക് നേടിയാൽ നേടി. അതിൽ തന്നെ ചിന്തിച്ച് 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 ഞാൻ എന്തിനു വന്നു, ഞാൻ എങ്ങനെ വന്നു, എന്താണ് കാരണം, ഞാൻ എന്തിനു ഈ ഭൂമിയിലെത്തി, ഇപ്പോൾ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്, എവിടെയാണ് എൻ്റെ ബോധം, എതിലൂടെയാണ് അവബോധം വരുന്നത്. അങ്ങനെ അതിപ്പോ ആദിവാസിയാണേലും ശരി, നഗരവാസിയാണേലും ശരി, അവൻ എന്നാണോ ഈ ചിന്ത ഉദിക്കുന്നത്, ആ ചിന്തയിലൂടെ അവൻ സഞ്ചരിക്കാൻ, എല്ലാവരും പറയും, നിരീശ്വരവാദികളും പറയും എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കും. ആ വഴിയിലൂടെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ്. അവർ ചുമ്മാ വന്നാണെന്ന് തീരുമാനിച്ച് അവിടെ ലോക്കായി കഴിഞ്ഞാൽ ആ ലോക്കിൽ നിന്നു. ഞാൻ ഇന്ന മതത്തിൽ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ആ ലോക്കിൽ നിന്നു. ആ ലോക്കാണ് അതെല്ലാം. അതൊക്കെ നിങ്ങൾക്ക് പുറത്ത് ലോക്ക് എഴുതി വച്ചിരിക്കുന്നതാണ്. അറിവിന്റെ സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർവത്രികമായ ഒരു ബുദ്ധി, നമ്മുടെ അവബോധങ്ങളുടെയും മനസ്സിന്റെയും അപ്പുറത്തുള്ള ഒരു വലിയ സമുദ്രം. അതായത് മനുഷ്യന്റെ മനസ്സുകൾ തിരമാലകളാണ്. ദൈവീകമായ ആ ഒരു അവബോധം എന്ന് പറയുന്ന ഒരു സമുദ്രമാണ്. ചിന്ത അലയടിക്കുന്നു, നിശബ്ദത ആഴിയാണ്, ആഴമാണ്, ഒരലയം അവിടെ അടിക്കുന്നില്ല. അത് സ്റ്റേബിൾ ആണ്. ഓരോ ധാരണയും ഓരോ ധാരണയും ദൈവം ഒരു രൂപത്തിലൂടെ തന്നെ തന്നെ മനസ്സിലാക്കുന്നു എന്നതാണ്. കാരണം നിങ്ങളുടെ അവബോധം കടമെടുത്തതല്ല. നിങ്ങൾ ഫിൽട്ടർ ചെയ്യപ്പെടുന്ന ഏത് പ്രകാശമാണോ പ്രകാശിപ്പിക്കുന്നത് അതിനെയാണ് പ്രകാശിപ്പിക്കുന്നത്. ചിലപ്പോൾ മഞ്ഞയായിരിക്കും, ചിലപ്പോൾ പച്ചയായിരിക്കും, ചിലപ്പോൾ നീലയായിരിക്കും. നിങ്ങൾ എന്താ ഫിൽട്ടർ ചെയ്യുന്നത് എന്ത് വെച്ചാണ് അതിലൂടെയാണ് പ്രകാശിപ്പിക്കുന്നത്, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഈ സമൂഹം വച്ച് തന്ന ഫിൽട്ടറുകളാണ്. അവിടെയാണ് ക്രിസ്ത്യൻ ഇതിനകത്ത് മനസ്സിന്റെ ഡിവൈൻ ആയിട്ടുള്ള ബേസ്, ഡിവൈൻ ബേസ് എന്ന് പറഞ്ഞൊരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. കോസ്മിക് ബുദ്ധിയായിട്ട് നിങ്ങൾ ആ കോസ്മിക് ബുദ്ധിക്ക് തടസ്സമായി നിങ്ങൾ ഐഡന്റിറ്റിയെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡിവൈൻ ആയിട്ടുള്ള ബേസ് ടില്ലിച്ച് ഉണ്ടാക്കണം. അത് സാർവത്രിക വെളിച്ചമായി യേശുവിനെ അവതരിപ്പിക്കുന്നത്, സാർവത്രിക വെളിച്ചം. അവിടെയാണ് അവർ പറഞ്ഞത്, അവനിൽ നാം ജീവിക്കുകയും ചലിക്കുകയും നമ്മുടെ അസ്തിത്വം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ഇത് കാവ്യാത്മകമായിട്ട് പറഞ്ഞതല്ല. അവനിൽ നാം ജീവിക്കുകയും ചലിക്കുകയും നമ്മുടെ അസ്തിത്വം ഉണ്ടായിരിക്കുകയും ചെയ്യും. എല്ലാ ചിന്തകളും അതിനുള്ളിലാണ് നിൽക്കുന്നത്. ദൈവിക ബോധത്തെ, ഡിവൈൻ ആയിട്ടുള്ള ഒരു ബോധത്തെ കാരണം അത് കാണാൻ പറ്റൂല നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. വൈകാരികമായ പകർച്ചവ്യാധിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മള് കൊറോണയെ കുറിച്ച്, ഒരു വലിയ പകർച്ചവ്യാധിയായിരുന്നു അല്ലേ? കൊറോണ ഒരു വലിയ പകർച്ചവ്യാധിയായിരുന്നു. ലോകത്ത് ഒരു പാൻഡമിക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഭയമെന്ന പാൻഡമിക്. അതിൽ നിന്നാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഒരു പാൻഡമിക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തെ ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി മനുഷ്യനെ അടിമകളാക്കി വച്ചിരിക്കുന്ന ഒരു വിഭാഗം ഒരു ഇമോഷണൽ പാൻഡമിക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ പാൻഡമിക്. വികാരങ്ങളെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. യുദ്ധം ഉണ്ടാവും, ഇപ്പൊ യുദ്ധം ഉണ്ടാവും, ഇപ്പൊ യുദ്ധം ഉണ്ടാവും. പേടിച്ചിരുന്നോടാ, എല്ലാവരും പേടിച്ചോ. അതിൽ ഭയപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. എൻ്റെ ബിസിനസ് തകരുമോ, എൻ്റെ ജോലി പോകുമോ, എൻ്റെ കുടുംബം നഷ്ടപ്പെടുമോ. ഇറ്റ്സ് ക്രിയേറ്റിംഗ് എ പാൻഡമിക്.
അതിനെ ഒബ്സർവ് ചെയ്യുന്നവർ, വെറുതെ ആ ന്യൂസ് വച്ചുകൊണ്ടിരിക്കുന്നവർ, ഭയമില്ല എന്ന് ഉള്ളിൽ തോന്നലുണ്ടെങ്കിലും, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വേൾഡ് വൈഡ് പാൻഡമിക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് മിറർ ന്യൂറോണുകൾ എന്ന് പറയുന്ന സൈക്കോളജിക്കൽ മൂവാണത്. ഇത് വളരെ ഈ ലോകത്തെ ഭരിച്ചുകൊണ്ട്, സാമ്പത്തിക വ്യവസ്ഥയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ട്. അവർ ചുമ്മാ ഇരിക്കുമല്ല. ഈ ബാങ്കുകളെ എല്ലാം, ലോകോത്തര വേൾഡ് ബാങ്കിനെ എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ഗ്രൂപ്പായിട്ടുള്ള മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പായ മനസ്സിന്റെ റിസൾട്ടുകളെ, ട്രാൻസ്പേഴ്സൺ ആയിട്ടുള്ള സ്റ്റേറ്റുകളെ, അവസ്ഥകളെ ഒക്കെ കൃത്യമായി പഠിക്കുകയും, കാരണം നിങ്ങളുടെ ഈ പറയുന്ന ധർമ്മങ്ങളിൽ പോലും അവർ വർഷങ്ങൾ, കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഏതെല്ലാം മേഖലയിൽ ഇടപെടും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു ഒരു മനുഷ്യ സൃഷ്ടിയുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഭാഗമാണ് ധാർമ്മിക വശം. പുരാതനമായ വേദാന്തങ്ങളിലും ഉപനിഷത്തുകളിലും തുടങ്ങി ബൈബിളും ഖുറാനും തോറയും അടക്കം നിരവധി ഗ്രന്ഥങ്ങൾ സ്പിരിച്വലായിട്ട് വന്നിട്ടുണ്ട്. ആ സ്പിരിച്വലിനെ വരെ, വന്ന ഗ്രന്ഥങ്ങളെ വരെ ഇവർക്ക് ഇമോഷണൽ പാൻഡമിക്കിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അക്രമങ്ങൾക്ക് വരെ, രണ്ടിനും, യുദ്ധങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാത്തിനും ഉപയോഗിക്കാൻ അവർ ഉപയോഗിച്ച് തെളിയിച്ചിട്ടുണ്ട് അവർ. നിങ്ങൾ ഡീപ്പായിട്ട് പോയി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവയെല്ലാം ആഴത്തിലുള്ള ഒരു ഐക്യത്തിന്റെ ഉപരിതല തരംഗങ്ങളാണ് ഈ കാണിക്കുന്നതെല്ലാം. നാച്ചുറലായി വിരിയുന്നതിനുള്ള ടൈം എടുക്കുന്നതാണ്. അല്ല, ഇതൊന്നും മുകളിലിരിക്കണമെന്ന് അറിയാത്തതുകൊണ്ടല്ല, അതിൽ ഇടപെടുന്നില്ല. നാച്ചുറലായിട്ട് വിരിയണം. നിങ്ങളെ അടിക്കുന്നില്ല, നിങ്ങളെ തളർത്തുന്നില്ല, നിങ്ങളെ വളർത്തുന്നില്ല, നിങ്ങളെ ഇല്ലാതാക്കുന്നില്ല. നിങ്ങൾ വളരണം, നിങ്ങൾ കണ്ടെത്തണം അത്. നിങ്ങൾ ഈ കിടക്കുന്ന വെറും കീടമല്ല. ഒരു കീടമല്ല മനുഷ്യൻ. ഈ പറയുന്ന ചെറിയ ശാസ്ത്രവും തട്ടിക്കൂട്ട് പരിപാടികളും വച്ച് ഇരിക്കേണ്ട ഒരു കീടമല്ല മനുഷ്യൻ. അതിനപ്പുറം എന്തോ ആണ് എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. ഇതെല്ലാം കണ്ടുപിടുത്തങ്ങളാണ്. ഈ കണ്ടുപിടുത്തം എന്ന് പറയുന്നതിന് മുമ്പ് എല്ലാം ഇനിയും ഒരുപാട് കണ്ടുപിടിക്കാനുണ്ട്. ശാസ്ത്രം തന്നെ പറയുന്നത് ഞങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. ഈ എനർജി ഫീൽഡ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം കണ്ടുപിടിച്ചതാണ്. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതാണ്. എല്ലാം കണ്ടുപിടിച്ചതാണ്. ആ എനർജി ഉണ്ടായിരുന്നു. അപ്പോൾ ആ എനർജിയെ വേറൊരു ഫോമിലൂടെ യൂസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് മോസ്റ്റ് പവർഫുൾ. അത് കണ്ടുപിടിച്ചവർ മിണ്ടില്ല. എന്താണ് അവർ അറിഞ്ഞത് എന്ന് അവരാർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. അവർക്ക് ഇത് പകർന്നു കൊടുക്കാനും കഴിയില്ല. അത് ഓരോരുത്തരും സ്പെഷ്യലായിട്ട് പകർന്നു കിട്ടി, ഓരോരുത്തരും സ്പെഷ്യലായിട്ട് വിരിഞ്ഞു വരേണ്ടതാണ്. ആ സ്പെഷ്യലായിട്ട് വിരിഞ്ഞ് കിട്ടാൻ ഒരു ചെറിയ കർഷകന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആശേരിയാണ്, വഴികാട്ടിയാണ്, കർഷകനാണ്. ഒരു ചെറിയ കർഷകന്റെ വെള്ളം ഇത് ചെയ്യാനും പമ്പ് ചെയ്യാനും കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ആ ഒരാളെ നിങ്ങളുടെ മുമ്പിലുള്ളൂ. അല്ലാതെ വേറെ ആരുമില്ല. ഇച്ചിരി പൊടിക്ക് വളമൊക്കെ ഇട്ട് കൊടുത്ത്, ആ കളകളൊക്കെ പറിച്ച്, കളകളൊക്കെ പറിച്ച്, പുല്ലൊക്കെ മറിച്ച് മാറ്റി ഒന്ന് വളർന്നു വരാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണം. ഇത് ഞാൻ മുമ്പും ചെയ്തു തന്നിരുന്നു നിങ്ങൾക്ക്. അന്ന് നിങ്ങൾ ഇത്രയും മുന്നോട്ട് വന്നില്ല. ഇത് ഞാൻ മുമ്പും നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അന്ന് നിങ്ങൾ
ഇത്രയും മുന്നോട്ട് വന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യക്കാരായി മാറി നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ ആവശ്യക്കാരായി കഴിഞ്ഞപ്പോ നിങ്ങൾ കൂടുതൽ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് സത്യം. ഏ നിങ്ങളുടെ ഇത് ഈ ഒരു തരംഗം, ഈ ഉപരിതല തരംഗത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ബന്ധങ്ങളിലുള്ള എല്ലാ ആഘാതങ്ങളെയും ഇത് സുഖപ്പെടുത്തും. വലിയൊരു സാന്നിധ്യം ചെറിയ സാന്നിധ്യത്തെ ക്ലിയർ ആയിട്ട് എങ്ങനെ പോകണമെന്ന് നിങ്ങൾക്ക് കിട്ടും. ഉണർന്നിരിക്കുന്ന ഉണർന്നിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ തന്നെ അധ്യാപകർ, ഗുരുക്കന്മാർ നിങ്ങളുടെ നാഡീ വ്യവസ്ഥയെ പരിശീലിപ്പിക്കും. കൂട്ടായ നിശബ്ദമായ ഈ ഒരു സിസ്റ്റത്തെ, കൂട്ടായ ഒരു സിസ്റ്റമാണിത്, ഇതിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യും. ഇതൊരു കൂട്ടമാണ്. കൂട്ടമാണിത്, ഒരു കൂട്ടം. അതിന് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഒരു കൂട്ടമാണിത്. സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം, ലിവിങ് ഇൻ പീസ്. ഈ കൂട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ശബ്ദങ്ങളും ശ്രവിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ സംവേദനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളുടെ ദുഃഖത്തിൽ നമ്മൾ വീണു പോകുന്നില്ല, ദുഃഖത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇനിയും ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ ട്രെയിനർമാരുടെ കാര്യം അടക്കമാണ് പറയുന്നത്. ട്രെയിനർമാരുടെ കാര്യം അടക്കമാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതാണ് സത്യം. നിങ്ങളെപ്പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരായിരുന്നു എന്നത് പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിലിരിക്കുന്ന പലരും ആരായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ ഒരു പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യും. നിങ്ങൾ ആരായിരുന്നു എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഉത്തരം കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് കഴിയാത്ത പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഴയ വീഡിയോസ് പോയി കേൾക്കുക. പെട്ടെന്ന് ഫസ്റ്റ് സ്റ്റേജ് കഴിയാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേജ് വളരെ സിമ്പിളാണ്. കാര്യം 7-8 മാസം എടുത്തു എന്നുണ്ടെങ്കിലും അത് നമ്മൾ ഘട്ടം ഘട്ടമായി കുറേ ആളുകളെ പരിവർത്തനം ചെയ്യിച്ച് കൊണ്ടുവന്നതാണ്. ഈ ഒരു 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 പുതിയതല്ലത്, ഏറ്റവും പുരാതനമായ ഒരു സംവിധാനത്തിലായിട്ട്. ഇതെല്ലാം പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ സംവേദനങ്ങൾ, നമ്മുടെ നിശബ്ദത, നമ്മുടെ ശബ്ദങ്ങൾ, ചിന്തകൾ, ഇവയെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് എന്തിലാണ്? അവിടെയാണ് ഒരു തുറന്ന പശ്ചാത്തലം, സ്പേസ്. ചുരുങ്ങരുത് അവിടെ. അവിടെ തുറന്നിടുന്നതായി നിങ്ങൾ തുടരുക. അവിടെയാണ് ഓപ്പൺ യുവർ ഹാർട്ട്, ഡോണ്ട് ക്ലോസ് ഇറ്റ്. നിങ്ങൾ അതിനെ അടയ്ക്കരുത്. നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു വയ്ക്കുക. നിങ്ങളുടെ ആലോചനകളെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തുക. അവബോധം എന്നത് സ്വകാര്യമാണോ, എനിക്ക് മാത്രം കിട്ടുന്നതാണോ? അതിന് വിശാലമാക്കുക. ഈ വയലിന് അതിരുകളുണ്ടോ? ഈ വയലിന് അതിരുകളുണ്ടോ? രണ്ടു പേർക്ക് നിശബ്ദത പങ്കിടാൻ കഴിയുമോ? രണ്ടു പേർക്ക് നിശബ്ദത പങ്കിടാൻ കഴിയുമോ? ഈ ഉൾക്കാഴ്ച എവിടെ നിന്ന് വരുന്നു? വേർപിരിയൽ എന്ന് പറയുന്നത് വെറും പ്രവർത്തനപരമാണോ? ആത്യന്തികമല്ലല്ലോ. വേർപിരിയൽ എന്ന് പറയുന്നത് വെറും പ്രവർത്തനം. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്നല്ലേ? പിന്നെ നമ്മൾ ആരോടാണ് പോരടിക്കുന്നത്?
ഏ നമ്മളെല്ലാരും ഒന്നല്ലേ? നമ്മളെല്ലാം ഒന്നല്ലേ? നമ്മൾ ആരോടാ യുദ്ധം ചെയ്യണത്? ആരോടാ വഴക്കുണ്ടാക്കുന്നത്? നമ്മുടെ മക്കളോടോ, ഭാര്യയോടോ, ഭർത്താവിനോടോ, ശത്രുവിനോടോ, സ്നേഹിതനോടോ, മറ്റു ജാതിക്കാരോടോ, മതക്കാരോടോ? ആരോടാണ് നിങ്ങൾ പോരടിക്കുന്നത്? ആരോടാ? സ്വന്തത്തിനോടാണ്. സ്വന്തത്തിനോടാണ് നിങ്ങൾ പോരടിക്കുന്നത്. നിങ്ങൾ ആരോട് എന്ത് പറഞ്ഞാലും നിങ്ങൾ സ്വന്തത്തിനോടാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരോട് എന്ത് സംസാരിച്ചാലും സ്വന്തത്തിനോടാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും സ്വന്തത്തിനോടാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരെക്കുറിച്ച് എന്ത് മോശം ചിന്തിച്ചാലും സ്വന്തത്തിനോടാണ് ചെയ്യുന്നത്. ജസ്റ്റ് തിങ്ക് ഇറ്റ്. അവിടെ പരാതി, ആ പരാതി, ഈ പരാതി, സ്വന്തത്തിനോടാണ് ആ പരാതി. എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അങ്ങനെ ആയില്ല, ഇങ്ങനെ ആയില്ല, എനിക്ക് ആ കഴിവുണ്ട്, ഈ ഒന്നുമില്ല. എല്ലാം സ്വന്തത്തിലാണുള്ളത്, എല്ലാം. വലിയ അഹങ്കാരം നടിക്കുകയാണ്. ഞാൻ അത് പഠിച്ചു, ഇത് പഠിച്ചു, ഞാൻ ഒറ്റയ്ക്ക് മനസ്സിലാക്കി. ഒറ്റയ്ക്ക് ഒരു കുന്തം മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെല്ലാം ഒന്നാണെന്നുള്ള ബോധ്യത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റൂ. അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാവുകയാണ് ഒറ്റയ്ക്ക് നിന്നിട്ട്. ഞാൻ വലിയ അത് പഠിച്ച ആളാണ്, ഞാൻ വലിയ ഇത് പഠിച്ച ആളാണ്. സെപ്പറേഷനാണത്. നിങ്ങളൊരു തലയോട്ടിക്കുള്ളിലെ ഒറ്റപ്പെട്ടൊരു മനസ്സല്ല. ആ മനസ്സാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ മനസ്സാണെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഒരു തലയോട്ടിയുടെ ഉള്ളിലെ ഒരു ബ്രെയിൻ, ഒരു 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 ഒറ്റപ്പെട്ട ഒരു 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 ജയിലിൽ കിടക്കുന്ന ഒരു മനസ്സാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ അനന്തമായ ഒരു ഫീൽഡിലെ, ഒരു വയലിലെ ഒരു തിരമാലയാണ് നിങ്ങൾ. ആ വയലിനെ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ സകല ഏകാന്തതയും അവസാനിക്കും. ആ വയലിലൊന്ന് തൊടുമ്പോൾ, ജസ്റ്റ് ഒന്ന് ഒരു സ്പാർക്ക് നിങ്ങളിലേക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സകല ഏകാന്തതയും നിങ്ങൾക്ക് മനസ്സിലാവും. ഭൂം എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ഓ- വളർന്നു നിൽക്കുന്ന ആ സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ പവർ ഹൗസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ബൾബല്ല, നിങ്ങളാണ് കറണ്ട്. ആ കറണ്ട് കണക്റ്റഡ് ടു എ മോസ്റ്റ് പവർഫുൾ പവർ ഹൗസ്. ശരിക്ക് കുത്തിയിരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നെ ഫോളോ ചെയ്യുന്നവർ പലതും ഉപേക്ഷിച്ചിട്ടുണ്ടാകും. പല പല കാര്യങ്ങളും അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും. അത് അവർക്ക് സ്വയം ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അവർക്ക് സ്വയം, അവരുടെ ബോധ്യം എന്ന് പറയുന്നത് അവരുടെ ബോധ്യമാണത്. അന്നേരം വന്നിട്ട് നീ അവിടുന്ന് പോയി, നീ ഇവിടുന്ന് പോയി, നിന്റെ ജീവിതം പോയി എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് ഇനി ആർക്കും തിരുത്താൻ കഴിയില്ല. ഇതിനു മുകളിൽ ഒരു തിരുത്തലില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഇതേ വഴിയിലേ തിരുത്തലുള്ളൂ. ഈ വഴിയിൽ ഇനിയും ഒരുപാട് 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 യാത്ര ചെയ്യാൻ. ഞാൻ ആദ്യം വന്ന ഒരാൾ മാത്രം. എൻ്റെ പിന്നാലെ എത്രയോ പേര് വരും. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ. എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. ഒരു സാധാരണ മനുഷ്യന് ഈ ഒരു മാർഗത്തിൽ എത്രത്തോളം പോവാൻ കഴിയും എന്നതാണ് എൻ്റെ പഠനവും ഇതും. അല്ലാതെ ഞാനൊന്നുമല്ല.
നിങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയേണ്ടത് കീപ് ലോ പ്രൊഫൈൽ. എന്തിനാണ് നമുക്ക് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം? നമ്മുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നാട്ടുകാരെ സംവദിക്കുന്നത്. ഈ ഒരു ആശയം പറയാൻ വേണ്ടി. അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇതെല്ലാം ഓപ്പണാണ്. ഇവിടെ യാതൊരു മറകളുമില്ല. എല്ലാം ഓപ്പണാണ്. ഒന്നും ഒളിച്ചു വെച്ച് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ കോടതി കയറ്റി നിർത്തി ചോദിച്ചാലും ചെയ്തു എന്ന് തന്നെ പറയും. ഒന്നും ഒളിച്ചു വെച്ച് ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല നമുക്ക്. അത് ഒളിച്ച് ചെയ്യുക, ഇത് ഒളിച്ച് ചെയ്യുക, അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ഒളിച്ചൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഇന്നും അല്ല, പണ്ടും ഒളിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നാണ് ബോധ്യമായത് ഒളിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം ഇന്ന് എല്ലായിടത്തും CCTV ഉണ്ട്. എല്ലാം ലൈവാണ്. അതുകൊണ്ട് ഒളിച്ച് ചെയ്യാൻ പറ്റൂല. കാരണം ഇപ്പൊ ഇവിടെ കർണാടകയിൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു ATMിലായിട്ടുള്ള ഈ പൈസ കൊണ്ടുപോണ ഇത് കൊണ്ടുപോയി. വളരെ പ്ലാൻഡ് ആയിരുന്നു, വണ്ടി അടിച്ചുകൊണ്ട് പോയി. പക്ഷെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഈസി ആയിട്ട് അതിനെ ക്യാച്ച് ചെയ്തു. കാരണം കംപ്ലീറ്റ് CCTV ആണ്. ഓക്കെ. അതുകൊണ്ട് അതേ CCTV ഈ വേൾഡിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്നും ഒളിച്ച് ചെയ്യാൻ പറ്റില്ല. ഒളിക്കാനുള്ളത് ആകെ മനസ്സിന്റെ നിങ്ങളുടെ ബ്രെയിനിന്റെ ഉള്ളിൽ, അത് തന്നെ നിങ്ങളുടെ ബ്രെയിനിന്റെ ഉള്ളിൽ ഇരിക്കുന്ന അതിന്റെ ഉള്ളിലാണ് എന്ന വിശ്വാസമാണ് ഒളിച്ച് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ എല്ലാം ഓപ്പണാ.